ദാ നോക്കിക്കേ, എല്ലാരും കൂടെ ഒത്തു വന്നു. ഒരു കഷ്ണം കാച്ചില്, 2-3 കായ, ഒരു കപ്പ, ഒരു ചേമ്പ്, കൂർക്കല് മാത്രമില്ല. എന്തിനാന്നറിയാവോ? ഒരു പുഴുക്കുണ്ടാക്കിയാലോ? നോയമ്പൊക്കെ അല്ലേ? ഇപ്പോഴിങ്ങനെ പച്ചക്കറി നിന്നിട്ട് മടുത്തു. ഇപ്പൊ ഒരു പുഴുക്കും ഒരു മുളക് പൊട്ടിച്ചതും കൂടെ കൂട്ടിയും കഴിക്കാല്ലേ? എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. വായോ, ഇച്ചിരി ചെറുപയറും കൂടെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഉണ്ടാക്കുന്ന കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് കൊത്തി ഞുറുക്കി എടുത്തോണ്ട് വരാം. നമ്മുടെ പുഴുക്കിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഞുറുക്കി വെച്ചിട്ടുണ്ട്. ദാ കപ്പ ഞാന് സെപ്പറേറ്റ് വേവിച്ചു വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് ദാ കപ്പ കൊണ്ടുവച്ചിട്ടുണ്ട്. ചെറുപയറും അതുപോലെ തന്നെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മള് ചേമ്പും കാച്ചിലും നമ്മുടെ കായും കൂടെ ഒന്നിച്ചിട്ടങ്ങ് വേവിക്കാം. കാച്ചിൽ അരിഞ്ഞു വെച്ചതാ, കറുത്തുപോയി. നമുക്കതൊന്ന് ഇട്ട് കൊടുക്കാവേ. ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. മതി. സ്റ്റൗ നമുക്ക് ഓൺ ചെയ്തു. ഒരു നുള്ളു ഉപ്പിടണേ. ഈ ചെറുപയറിലും പിന്നെ കപ്പയിലും ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. കറിവേപ്പില മൂടി വെക്കാം. ഇത് വെന്തോട്ടെ. നമ്മുടെ കഷ്ണങ്ങളൊക്കെ വേകുന്ന സമയത്ത് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ലാഭം നോക്കരുത്. രുചി വേണമെങ്കിൽ ഒരു തേങ്ങ വേണം. കുറച്ച് മഞ്ഞപ്പൊടി, ഒരു പിഞ്ച്, പിന്നെ കുറച്ച് കറിവേപ്പില, ചെറുജീരകം അത് നിങ്ങളുടെ പാകത്തിന് എടുത്തോ. ഞാൻ കുറച്ച് എടുത്തു. പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് എല്ലാവരും മറ്റൊന്നും ഇടത്തില്ല. കാരണം ഗ്യാസിന്റെ ഒക്കെ കപ്പയും ചേമ്പും എല്ലാം കൂടെ അപ്പൊ കഴിക്കുമ്പോൾ ഗ്യാസിന്റെ പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കാൻ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ഒരു 4 വെളുത്തുള്ളി എടുത്തു. പിന്നെ ചെറിയുള്ളി, കാന്താരി, ഇത്രയാണ്. ഇത് നമുക്കൊന്ന് ഒതുക്കി എടുത്തോണ്ട് വരാം കേട്ടോ. പുഴുക്കിനുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയും ബാക്കി വേവിച്ചു വെച്ചിരിക്കുന്ന കപ്പയും പയറും ഒക്കെ ഇടണം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തോന്നൊന്ന് നോക്കണ്ടേ. മറ്റ് കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇതാ നോക്കി. ഇനി നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാവേ. വേവിച്ച് വെള്ളം ഊറ്റി വെച്ചിരുന്ന കപ്പയാ. ചെറുപയർ ഇട്ട് കൊടുക്കാം. പുഴുങ്ങി വെച്ചിരിക്കുന്ന ചെറുപയർ. ഇനി നമ്മൾ അരപ്പില്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനാവശ്യമുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ. നമ്മുടെ അരപ്പിനും ആവശ്യമുള്ള ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കും. ഒന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് ആവി കയറിക്കോട്ടെ. അതിനുശേഷം ഇളക്കിയാൽ മതി. തുറന്നു നോക്കാം. നന്നായിട്ട് ആവിയൊക്കെ കയറിയിട്ടുണ്ട്. ഇനിയില്ലേ മിക്സ് ചെയ്യാന്നുള്ളതാണ്. നന്നായിട്ട് കുത്തി ഉടച്ച് അങ്ങ് മിക്സ് ചെയ്യണം കേട്ടോ. പുഴുകൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ ഇളക്കി കൂട്ടിയിട്ടുണ്ട്. ഇനിയില്ലേ ചെറിയൊരു വറവും കൂടെ ഇട്ട് കൊടുക്കണം. ഇവിടെ മൂടി ഇരിക്കട്ടെ. ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായപ്പം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ 2 വറ്റമുളക് ഇട്ടു. ഇച്ചിരി കറിവേപ്പില ഇട്ടു. നമ്മുടെ പുഴുക്കിലേട്ട് ചരിക്കാം. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുഴുക്ക് ഇവിടെ റെഡി. ഇങ്ങനെയാണ് ഞാൻ ഇവിടെ പുഴുക്കുണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിലെ എല്ലാ കഷ്ണങ്ങളും കൂടെ ഒത്തു വരുമ്പോഴത്തേനും ഇങ്ങനെ കുറച്ച് ഉണ്ടാക്കും. എനിക്ക് ഇഷ്ടമാണ്. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. വലിയ തിരുവാതിര പുഴുക്കും അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവും. ഇങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക. ഇല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറ കേട്ടോ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറ. ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.